അഫാനെ ലാസ്റ്റ് എന്നാ കണ്ടേക്കുന്നേ ചേച്ചി? ഞാനിപ്പോ കണ്ടിട്ട് 2-3 മാസമായി. അപ്പൊ ലാസ്റ്റ് കണ്ടപ്പോ എന്താ അഫാൻ എന്നാ പറഞ്ഞേ? അപ്പാൻ ചോദിക്കുന്നു, മച്ചി അപ്പിയാ ഫർസാനയാ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് പുള്ളി ഇപ്പം പുള്ളി അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അല്ല, ഇപ്പൊ അവിടെ ചികിത്സ നടക്കുന്നു. എവിടെ? പൂജപ്പുരല്ലേ? ജയിലിലോ? ജയിലില്. അതായത് ശരി 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 ശരി. അപ്പൊ ഈ എന്തെങ്കിലും ഒരു കുറ്റബോധം അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം? കുറ്റബോധമാണ്. അവൻ ആദ്യമേ കണ്ടപ്പോഴേ കരച്ചിലാണ്. അവന് കുറ്റബോധമാണ്. നിങ്ങളപ്പോ ഈ പച്ചക്കറിയുടെ കച്ചവടം കൊണ്ട് ഈ നമ്മുടെ ഈ കടം വീട്ടാൻ പറ്റുമോ? എന്താണ് സാഹചര്യം? അങ്ങനെ ഒന്നുമില്ല. പച്ചക്കറി കുറച്ച് ഇതൊക്കെ വരുമാനമൊക്കെ ഉള്ളൂ. പിന്നെ ചികിത്സയ്ക്കുള്ള വരുമാനം ഒന്നും കിട്ടൂല. അതിന് സ്കാനിങ്ങിനൊക്കെ ഒരുപാട് പൈസ വേണം. പിന്നെ എനിക്ക് മാസം തോറും ഒരു 5000 രൂപ ഗുളിക വാങ്ങിക്കാനുള്ള പൈസ വേണം. അതൊക്കെ അതിൽ ഒരുവിധം നടന്നു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ പേരുമലയിലെ വീട് എന്താണ്? നമ്മളത് വിൽക്കാനിട്ടേക്കാണോ അതോ നമ്മളെ ഇത് തന്നെയാണോ ഇപ്പം? ഇപ്പോഴും അവിടെ ഇത് ലോണിന്റെ രീതിയിൽ കിടക്കുകയാണ്. ഒന്നും ആയിട്ടില്ല അല്ലേ? അവിടെ പിന്നെ നിങ്ങൾ പോയിട്ടില്ല? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഹസ്ബൻഡ് പോവാറുണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഷെമി, അമ്മയുടെ വാക്കുകളാണ് കേൾക്കുന്നത്. ഡാൻ തന്നെയാണല്ലോ അവരുമായിട്ട് സംസാരിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ അഫാൻ ഒറ്റപ്രതിയാണ്. 5 കൊലപാതകങ്ങൾ നടത്തിയ അഫാൻ, അദ്ദേഹത്തിന് മാനസികമായി തന്നെ ഈ കാര്യങ്ങൾ ഇതുവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയ മാനസികാവസ്ഥയല്ല ഇപ്പോൾ. എന്താണ് അഫാന്റെ കാര്യങ്ങൾ ഈ അമ്മ വിശദീകരിക്കുന്നത്? അതായത് ഓഫ് റെക്കോർഡിലാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാതിരിക്കുന്നത്. അവർ പറയുന്നത്, അഫാനെ ചികിത്സിച്ച ഡോക്ടർ ഇവരുമായി, മാതാപിതാക്കളുമായി, അബ്ദുൾ റഹീമുമായും ഷെമിയുമായി സംസാരിച്ചിരുന്നു. ഇവരെ തമ്മിൽ നേരിട്ട് കാണുന്ന സാഹചര്യം 2 തവണ 2-3 തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മാനസികമായ ഒരു വലിയ സംഘർഷത്തിലേക്ക് അഫാൻ മാറുന്നു. പെറുപിറുത്തുകൊണ്ട് പല കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പിന്നീട് പലപ്പോഴും അഫാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ കാണാനായി ഈ ഉമ്മയും ബാപ്പയും അവിടെ എത്തിയപ്പോൾ ഫർസാനെയും അനിയനെയും പറ്റിയൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം ഈ കുടുംബം, അദ്ദേഹം വിദേശത്തായിരുന്നു, ഈ അബ്ദുൾ റഹീം വിദേശത്തായിരുന്നു. ഈ സംഭവം പറഞ്ഞ് നാട്ടിലെത്തിയതാണ്. പിന്നെ തിരികെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അന്ന് പലപ്പോഴും പലരും സഹായിക്കുമെന്ന് പറഞ്ഞു, പല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമല്ല പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് അവർ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു വാടക വീട്ടിലേക്ക് മാറി അവിടെ പച്ചക്കറി വ്യാപാരം നടത്തിക്കൊണ്ട് ഈ ദൈനംദിന ചെലവുകൾക്കുള്ള വക കണ്ടെത്തുന്നു. ഈ ഷെമിക്ക് ഓരോ മാസവും ചികിത്സയ്ക്ക് ഒരു നിശ്ചിത തുക ആവശ്യമായിട്ടുണ്ട്. അവർക്ക് തലയ്ക്കെന്ന് സാരമായി പരിക്കേറ്റതാണ്. അതോടൊപ്പം തന്നെ ഈ കടബാധ്യതകൾ വലിയൊരു വേദനയായി അവരുടെ മുമ്പിൽ ഇങ്ങനെ അവശേഷിക്കുന്നു. പക്ഷേ പിന്നീട് ആരും അത് ചോദിച്ച് അവരെ വിളിച്ചിട്ടില്ല എന്നവർ വ്യക്തമായി തന്നെ എന്നോട് പറഞ്ഞു. അവർ അങ്ങനെ ഒരു സാവകാശം അവർക്ക് ആ ബാങ്കിൻ്റെയും മറ്റുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചു. അതേസമയം ആ വീടിൻ്റെ വിൽപ്പന നടന്നിട്ടില്ല. നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായ ഒരു വീടും വസ്തു വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വാങ്ങാനും അതിനൊരു വില കിട്ടാനും ഒക്കെ വലിയ പ്രയാസമുണ്ട്. അങ്ങനെ വലിയൊരു സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. അതിനിടയിലാണ് അവർ ഇങ്ങനെ ഒരു വ്യാപാരവുമായി ഈ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഒരു വക കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും RCCയിൽ അർബുദ രോഗത്തിനുള്ള ചികിത്സയും ഇപ്പോൾ ഷെമി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഷെമിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഇതാണ് കുടുംബത്തിൻ്റെ അവസ്ഥ. എന്തായാലും ഡാൻ, അവരുടെ ഈ പോലീസിൻ്റെ അന്വേഷണ വഴികളിൽ അവശേഷിക്കുന്ന ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടോ? അതായത് ഈ കേസിൽ ഒറ്റ പ്രതിയാണുള്ളത്, അതിൽ പ്രധാന സാക്ഷിയായി ഷെമി മാറുകയും ചെയ്യുകയാണ്. അതിനപ്പുറം ഈ കേസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയ്ക്കപ്പുറമുള്ള ദുരൂഹതകളോ അതല്ലെങ്കിൽ ഈ കടബാധ്യത, അതുണ്ടാക്കിയ മാനസികാവസ്ഥ, അതിലൂടെ പിന്നീട് നടന്ന കൊലപാതകം, ആ കാരണങ്ങൾ തന്നെയാണോ പോലീസും അന്വേഷണ വഴികളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്? അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. കാരണം മറ്റെല്ലാ സാധ്യതകളും അവർ പരിശോധിച്ചിരുന്നു. പിന്നീട് ഈ കടമുണ്ട്, ഇത്രയധികം തുക, വൻ തുകകൾ കടമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ച് അന്വേഷണത്തിൽ കണ്ടെത്തി. അത് വലിയ സാമ്പത്തിക ബാധ്യതകളാണ്. ഈ ഫോൺ ആപ്പുകളിൽ നിന്നെടുത്ത ലോണുകൾ, അതോടൊപ്പം വ്യക്തികളിൽ നിന്ന് മേടിച്ച പണം. അപ്പോൾ ഇതൊക്കെ ഒരേ സമയത്ത് തന്നെ തിരികെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിന് കഴിയാതെ വന്നതിനുണ്ടായ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒരു കൂട്ട ആത്മഹത്യയെക്കുറിച്ചാണ് ആദ്യം അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ആത്മഹത്യ ചെയ്യാൻ ഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഉമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. അതിനവർ വിസമ്മതിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും കടുത്ത ഒരു
ഈ കൊലപാതകത്തിൻ്റെ രീതി ഈ അഫാൻ ആസൂത്രണം ചെയ്യുന്നത്. അതായത് ഈ സൽമാ ബീവിയുടെ മാല കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കടം തീർക്കാൻ കഴിയുമായിരുന്നു. അതായിരുന്നു അഫാൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണ് താൻ ഏറെ സ്നേഹിച്ചിരുന്ന ഈ പിതാവിൻ്റെ ഉമ്മയോട് ഈ മാല ആവശ്യപ്പെടുന്നത്. പക്ഷേ അവർ അത് കൊടുക്കാൻ തയ്യാറായില്ല. കൊടുക്കാൻ തയ്യാറാകാതിരുന്നതിന് കാരണക്കാരൻ പിതൃ സഹോദരനായ അബ്ദുൾ ലത്തീഫാണ് എന്നതാണ് അബ്ദുൾ ലത്തീഫിനോടുണ്ടായ വൈരാഗ്യത്തിൻ്റെ കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തുന്നു. പിന്നീട് ഈ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയുമൊക്കെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് ഈ കാമുകിയെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന ഒരു ചിന്ത, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എല്ലാവരെയും കൊന്ന് താൻ ജയിലിൽ പോയാൽ പിന്നെ തന്നോടൊപ്പം മാത്രമേ ജീവിക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്ന ഫർസാനയെ ആര് നോക്കും? അവൾക്കൊരു ജീവിതം ഇല്ലാതാകും. അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ്, അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അവളെയും താൻ ഇല്ലാതാക്കിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അഫാൻ വെളിപ്പെടുത്തിയത്. എന്തായാലും ഈ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അനിയനെയാണ് അഫാൻ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും, അഫാനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചത് എന്നതാണ് നമുക്ക് അവരുമായൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. എന്തായാലും കോടതിയിൽ വിചാരണ നടക്കേണ്ടിയിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ നിയമപരമായി കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അഫാന് മാനസിക നില വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ഇപ്പോൾ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പൂജപ്പുര ജയിലിൽ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. അഫാൻ വലിയ പ്രത്യേക നിരീക്ഷണത്തിലാണ്. കാരണം 2 തവണ സൂയിസൈഡ് ടെൻഡൻസി കാണിച്ചു. അത് മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതാണ്. അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് കർശനമായ നിരീക്ഷണത്തിലാണ് അഫാൻ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ തുടരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.